ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തൻ, ഭാഗം 1603. ഇന്ന് മെയ് മാസം 21-ാം തീയതി, ഈ ആണ്ടിലെ 142-ാമത്തെ ദിവസത്തിലെത്തി. യേശുവിന്റെ ചോദ്യമുണ്ടായിരുന്നു. അത് അവന്റെ പ്രിയപ്പെട്ട ശിഷ്യരോടായിരുന്നു. നിങ്ങൾ എന്നെ ആരായിട്ടാണ് മനസ്സിലാക്കുന്നത്? ഉത്തരം പറയാൻ ഭാഗ്യം കിട്ടിയത് പത്രോസിനാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായത്തില് ഒന്നുകൂടി അതൊന്ന് വായിച്ച് കണ്ടെത്തേണ്ടതാണ്, വായിച്ച് സ്വന്തമാക്കേണ്ടതാണ്. എനിക്കും ആരാണ് യേശു? ആ പഴയ ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെട്ടേ മതിയാവും. ആവശ്യനേരത്തണിയുന്ന ഒരു ആഭരണമാണ്, അല്ലെങ്കിൽ ആഘോഷങ്ങൾക്ക് മാത്രം ധരിക്കാൻ കരുതി മാറ്റിവെച്ച നല്ലൊരു വസ്ത്രം, പണം ആവശ്യമുള്ളപ്പോൾ സമീപിക്കുന്ന ഒരു ATM കൗണ്ടർ, രോഗം വരുമ്പോൾ സമീപിക്കുന്ന നല്ലൊരു ഡോക്ടർ. അങ്ങനെയാണോ ശരിക്കും ദൈവം? നമ്മെ എല്ലായ്പ്പോഴും പരിപാലിച്ചുകൊണ്ട് ഒരു അദൃശ്യ ശക്തിയായി, ഒരു കാവലായി, കരുതലോടെ എപ്പോഴും കൂടെയുണ്ടെന്ന് മനസ്സിലാക്കണ്ടേ? യേശുവിനെ ഏറ്റുപറയുന്ന പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു പത്രോസിനെ അഭിനന്ദിക്കുന്നൊക്കെയുണ്ട്. ഏതോ ഒരു വലിയ കാര്യം പറഞ്ഞുവെന്ന് ചെയ്തുവെന്ന് കരുതി പത്രോസ് ഇങ്ങനെ അഭിമാനത്തോടെ നിൽക്കുമ്പോൾ യേശുവിന്റെ ഒരു വിശദീകരണമുണ്ട്. സ്വർഗസ്ഥനായ പിതാവിന്റെ ഇടപെടൽ കൊണ്ടാണ് ഇങ്ങനെ യേശുവിനെ ഏറ്റുപറയാനുള്ള കഴിവും പ്രാപ്തിയും ആ ഒരു അറിവുമൊക്കെ പത്രോസിന് ലഭിച്ചത്. ക്രിസ്തുവിന്റെ ശിഷ്യൻ വലിയ കാര്യങ്ങൾ ചെയ്തുവെന്ന് പറഞ്ഞുവെന്നും അങ്ങനെ അഭിമാനിക്കുമ്പോൾ മറന്നുപോകരുതാത്ത ഒരു സത്യമാണ് യേശു ഇപ്പോൾ പഠിപ്പിച്ചത്, ഓർമ്മിപ്പിച്ചത്. എന്താണ്? ദൈവമാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തെ കൂടാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. വൃക്ഷം വേരിനെയാണ് താങ്ങുന്നത്, വേര് വൃക്ഷത്തെ അല്ല താങ്ങുന്നത്. തായ്തണ്ടിനോട് ചേർന്നിരിക്കാതെ ശാഖകൾക്ക് സ്വയം നിലനിൽപ്പുമില്ല. ഗർവും പൊങ്ങച്ചവും ആരെയും വലിയവനാക്കില്ല, നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. സ്വന്തം കഴിവുകൊണ്ടാണ് എല്ലാം നടക്കുന്നതെന്ന ചിന്ത ഒരുപാട് മനുഷ്യരെ വല്ലാതെ ബാധിച്ചൊരു കാലമാണിത്. മനുഷ്യരുടെ ഇത്തരം വിചാരങ്ങളും അഹന്തങ്ങളും കണ്ട് ദൈവം ശരിക്കും ചിരിക്കുന്നുണ്ടാവും. അവനവന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ ഇടപെടലിനെ, കരുതലിനെ, ദൈവം തരുന്ന പ്രാപ്തിയെ തിരിച്ചറിയാൻ ഒരു കൃപ വേണം. ആ കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ നമുക്കും പ്രാർത്ഥിക്കാം. ആമേൻ.